നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ 1400 വർഷം പഴക്കമുള്ള ഒരു മതപരമായ ഭിന്നത എങ്ങനെയാണ് ഇന്നത്തെ ലോകരാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നതെന്ന്? ഇത് വെറുമൊരു പഴയ കഥയല്ല, മറിച്ച് ഇന്നും വാർത്തകളിൽ നിറയുന്ന പല രാജ്യങ്ങളുടെയും തലവിധി നിർണയിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ്. നമുക്ക് ഇതിന്റെ ഉള്ളറകളിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാം. അപ്പോ ഈ കഥ നമുക്ക് ചരിത്രത്തിൽ നിന്നല്ല, വർത്തമാനകാലത്തുനിന്ന് തന്നെ തുടങ്ങാം. കാരണം ഈ സുന്നി ഷിയ ഭിന്നത ഇന്ന് വെറുമൊരു വിശ്വാസതർക്കമല്ല, അതിലുപരി മിഡിൽ ഈസ്റ്റിന്റെ നിയന്ത്രണം ആർക്ക് വേണമെന്നതിനെക്കുറിച്ചുള്ള രണ്ട് വൻ ശക്തികൾ തമ്മിലുള്ള ഒരു ഗംഭീര പവർ ഗെയിമാണ്. ഇതിലെ രണ്ട് പ്രധാന കളിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. ഒരു വശത്ത് സുന്നി ഇസ്ലാമിന്റെ പരമ്പരാഗത നേതാവായി സ്വയം കരുതുന്ന സൗദി അറേബ്യ, മറുവശത്ത് ഒരു വിപ്ലവത്തിലൂടെ രൂപം കൊണ്ട ഷിയ ഇസ്ലാമിന്റെ പതാകവാഹകരായ ഇറാൻ. ഇവർ രണ്ടുപേരും ആ മേഖലയിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ ഏതറ്റം വരെയും പോകും. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരുമല്ലേ, സിറിയയിലും യമനിലുമൊക്കെ നമ്മൾ കാണുന്ന ഈ യുദ്ധങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണം ഈ ശത്രുതയാണെങ്കിൽ ഇതിന്റെ എല്ലാം തുടക്കം എവിടെ നിന്നായിരുന്നു? ആ ഉത്തരം കണ്ടെത്താൻ നമുക്ക് സമയത്തിൽ കുറച്ചൊന്ന് പിന്നോട്ട് പോണം, ഏതാണ്ട് 1400 വർഷം പിന്നോട്ട്. എല്ലാത്തിന്റെയും തുടക്കം ഒരൊറ്റ ചോദ്യത്തിൽ നിന്നായിരുന്നു. വളരെ ലളിതമായ എന്നാൽ അതീവ നിർണായകമായൊരു ചോദ്യം: പ്രവാചകന് ശേഷം ഇനി ആര്? 7ാം നൂറ്റാണ്ടിൽ ആ ചോദ്യത്തിനു മുന്നിലാണ് ഇസ്ലാമിക ലോകം രണ്ടായി പിളർന്നത്. അപ്പോ ആ കാലഘട്ടമൊന്ന് മനസ്സിൽ കാണുക. പ്രവാചകനായ മുഹമ്മദ് നബിയുടെ നേതൃത്വത്തിൽ ഇസ്ലാം എന്ന ആശയം അതിവേഗം വളരുകയാണ്. പക്ഷേ AD 632 അദ്ദേഹം ഈ ലോകം വിട്ടുപോയപ്പോ ആ വലിയ സമൂഹം ഒരു ശൂന്യതയ്ക്ക് മുന്നിൽ നിന്നു. ആരാണിനി നമ്മളെ നയിക്കുക? ഇവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. കാരണം പ്രവാചകൻ തന്റെ പിൻഗാമിയായി ആരെയും വ്യക്തമായി പേരെടുത്ത് പറഞ്ഞിരുന്നില്ല. അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിനു ശേഷം ആരെന്നതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങൾ ഉയർന്നുവന്നു. അത് വലിയൊരു തർക്കമായി മാറി. അപ്പോ ഈ ഒരു ചോദ്യത്തിന് പ്രധാനമായും രണ്ടുത്തരങ്ങളാണ് വന്നത്. ഒരു കൂട്ടർ, പിന്നീട് സുന്നികൾ എന്നറിയപ്പെട്ടവർ, പറഞ്ഞതിതാണ്: നമ്മളെല്ലാവരും കൂടി ചർച്ച ചെയ്ത് നമ്മളിൽ ഏറ്റവും യോഗ്യനായ ആളെ നേതാവായി തെരഞ്ഞെടുക്കണം. അവർ പ്രവാചകന്റെ അടുത്ത കൂട്ടുകാരനായ അബൂബക്കറിനെയാണ് പിന്തുണച്ചത്. എന്നാൽ മറ്റേ കൂട്ടർ, അതായത് ഷിയത്ത് അലി അല്ലെങ്കിൽ അലിയുടെ പക്ഷക്കാർ, വിശ്വസിച്ചത് നേതൃത്വം പ്രവാചകന്റെ കുടുംബത്തിന് പുറത്തുപോകാൻ പാടില്ല എന്നും അത് അദ്ദേഹത്തിന്റെ മരുമകനായ അലിക്ക് തന്നെ ലഭിക്കണമെന്നുമാണ്. ഈ തർക്കത്തിന്റെയെല്ലാം കേന്ദ്രബിന്ദുവായിരുന്നു ഖലീഫ എന്ന പദവി. എന്താണ് ഈ ഖലീഫ? അത് വെറുമൊരു രാജാവോ ഭരണാധികാരിയോ മാത്രമല്ല, മറിച്ച് ലോകത്തുള്ള എല്ലാ മുസ്ലിംകളുടെയും രാഷ്ട്രീയവും ആത്മീയവുമായ നേതാവ്. അതാണ് ഖലീഫ. തുടക്കത്തില് ഇതൊരു രാഷ്ട്രീയ തർക്കം മാത്രമായിരുന്നു, അല്ലേ? പക്ഷേ ഒരൊറ്റ സംഭവം അത് ഈ രാഷ്ട്രീയ ഭിന്നതയെ ഒരിക്കലും ഉണങ്ങാത്ത ഒരു വൈകാരിക മുറിവായി മാറ്റി. നമുക്ക് വീണ്ടും സമയത്തിൽ മുന്നോട്ടു പോകാം. വർഷം AD 680. സ്ഥലം ഇന്നത്തെ ഇറാഖിലുള്ള കർബല മരുഭൂമി. അവിടെ പ്രവാചകന്റെ പേരക്കുട്ടിയായ ഹുസൈൻ അന്നത്തെ ഭരണാധികാരിയുടെ അനീതിക്കെതിരെ ഒരു ചെറിയ സംഘവുമായി യാത്ര ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത് വെറും 72 പേർ, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ. എന്നാൽ അവർക്ക് നേരിടേണ്ടി വന്നത് ആയിരക്കണക്കിന് വരുന്ന അന്നത്തെ ഭരണാധികാരിയായ ഉമയ്യദ് ഖലീഫയുടെ കൂറ്റൻ സൈന്യത്തെയാണ്. ആ പോരാട്ടത്തിന്റെ അവസാനം എന്തായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ആ മരുഭൂമിയിൽ വെച്ച് ഹുസൈനും കൂടെയുണ്ടായിരുന്നവരും അതിക്രൂരമായി കൊല്ലപ്പെട്ടു. ഈയൊരു സംഭവം, കർബലയിലെ ദുരന്തം, ഷിയ ഇസ്ലാമിന്റെ ആത്മാവിൽ തന്നെ എഴുതപ്പെട്ടു. അത് ത്യാഗത്തിന്റെയും അനീതിക്കെതിരായ പോരാട്ടത്തിന്റെയും ഏറ്റവും വലിയ പ്രതീകമായി മാറി. ഇന്നും ലോകമെമ്പാടുമുള്ള ഷിയ മുസ്ലിങ്ങൾ ആഷുറ എന്ന പേരിൽ ആ ദുഃഖദിനം ആചരിക്കുന്നു. കർബലയിലെ ആ ദുരന്തത്തിനുശേഷം ഈ ഭിന്നത കാലക്രമേണ കൂടുതൽ ആഴത്തിലായി. പല നൂറ്റാണ്ടുകളായി വളർന്നുവന്ന സാമ്രാജ്യങ്ങൾ ഈ ഭിന്നതയെ രാഷ്ട്രീയമായി ഉപയോഗിച്ചു. അത് കൂടുതൽ ഉറച്ചുപോയി. കണക്കെടുത്താൽ ലോകത്തിലെ മുസ്ലിംകളിൽ ഒരു 90% സുന്നികളാണ്. ബാക്കി വരുന്ന 10% മാത്രമാണ് ഷിയാക്കൾ. അവരിൽ ഭൂരിഭാഗവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇറാൻ, ഇറാഖ്, ബഹ്റൈൻ പോലുള്ള രാജ്യങ്ങളിലാണ്. പിന്നീട് ഏകദേശം 16ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും ഈ ഭിന്നത രണ്ട് വലിയ സാമ്രാജ്യങ്ങൾ തമ്മിലുള്ളൊരു മത്സരമായി മാറി. ഒന്ന്, തുർക്കി കേന്ദ്രീകരിച്ചുള്ള സുന്നി ഓട്ടോമൻ സാമ്രാജ്യം. 2, പേർഷ്യ, അതായത് ഇന്നത്തെ ഇറാൻ കേന്ദ്രീകരിച്ചുള്ള ഷിയ സഫാവിദ് സാമ്രാജ്യം. ഇവർ തമ്മിലുള്ള നൂറ്റാണ്ടുകൾ നീണ്ട യുദ്ധങ്ങൾ മതപരമായ ഈ ഭിന്നതയെ ഒരു രാഷ്ട്രീയ ശത്രുതയാക്കി ഉറപ്പിച്ചു. ഓക്കെ, ഇനി നമുക്ക് നേരെ ആധുനിക കാലത്തേക്ക് വരാം.
കാരണം ഇത്രയും കാലം ചരിത്രത്തിൽ ഉറങ്ങിക്കിടന്ന ഈ പ്രശ്നത്തിന് വീണ്ടും തീപിടിച്ചത് ഒരൊറ്റ വർഷമാണ്. ശരിക്കും പറഞ്ഞാല് 20-ാം നൂറ്റാണ്ടിൽ കുറേ കാലത്തേക്ക് ഈ സുന്നി ഷിയ വിഷയം സാധാരണക്കാരുടെ ഇടയിൽ വലിയൊരു പ്രശ്നമേ ആയിരുന്നില്ല. രാഷ്ട്രീയത്തിലും അതിന് വലിയ പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു വർഷം വരെ 1979 ആ വർഷം ഇറാനിൽ നടന്ന ഇസ്ലാമിക വിപ്ലവം അത് എല്ലാം മാറ്റിമറിച്ചു. അതായത് ഇറാനിയൻ വിപ്ലവത്തോടെ അവിടെ ഒരു കടുത്ത ഷിയ മതഭരണകൂടം വന്നു. അവർ തങ്ങളുടെ വിപ്ലവം മറ്റ് രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ ശ്രമിച്ചു. ഇതാരെയാണ് ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചത്? ഇസ്ലാമിക ലോകത്തിന്റെ നേതാവായി സ്വയം കണ്ടിരുന്ന സുന്നി രാജ്യമായ സൗദി അറേബ്യയെ. അതോടെ സംഭവിച്ചതെന്താ? ആ പഴയ മതപരമായ ഭിന്നത ഇറാനും സൗദിയും തമ്മിലുള്ള ഒരു പുതിയ പൊളിറ്റിക്കൽ ഗെയിമിന്റെ ഏറ്റവും വലിയ ആയുധമായി മാറി. അപ്പോ നമ്മൾ തുടങ്ങിയിടത്തേക്ക് തന്നെ തിരിച്ചെത്തി, അല്ലേ? ഈ പഴയ ചരിത്രം ഇന്നത്തെ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാനും സൗദിയും നേർക്കുനേർ ഒരു യുദ്ധം ചെയ്യുന്നില്ല എന്നതാണ്. പകരം അവർ പ്രോക്സി വോർ അഥവാ നിഴൽ യുദ്ധങ്ങളാണ് നടത്തുന്നത്. അതായത് മറ്റ് രാജ്യങ്ങളെ തങ്ങളുടെ പോർക്കളങ്ങളാക്കുന്നു. സിറിയയിലാണെങ്കിൽ ഇറാൻ അവിടുത്തെ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യും, സൗദി വിമതരെയും. യമനിലാണെങ്കിൽ ഇറാൻ ഹൂതികളെ പിന്തുണയ്ക്കും, സൗദി അവർക്കെതിരെ പോരാടും. ഇറാഖിലും ലബനനിലും ഇതുപോലെ തന്നെ സ്വാധീനത്തിനായി ഇവർ മത്സരിക്കുന്നു. അപ്പോൾ നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: 1400 വർഷം മുൻപ് നേതൃത്വത്തെക്കുറിച്ച് തുടങ്ങിയ ഒരു തർക്കം ഇന്ന് അധികാരത്തിനും സ്വാധീനത്തിനും വേണ്ടിയുള്ള ഒരു വലിയ കളിയായി മാറുമ്പോൾ ഇതിൽ നിന്നാർക്കാണ് യഥാർത്ഥത്തിൽ ലാഭം? ഇത് വിശ്വാസത്തിന്റെ മാത്രം പ്രശ്നമാണോ? അതോ ഇതിന്റെ പിന്നിൽ വലിയ രാഷ്ട്രീയ താൽപ്പര്യങ്ങളാണോ? ഇതിനെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും ചിന്തിക്കുമെന്ന് കരുതുന്നു.